പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞാൽ നവംബർ 26-ാം തീയതി സത്യസന്ധനും സൽഗുണ സമ്പന്നനുമായിരുന്ന നവീൻ ബാബു എന്ന ആ മനുഷ്യൻ്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ തൻ്റെ ഭർത്താവിൻ്റെ മരണകാരണത്തെക്കുറിച്ച് CBI അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകുകയുണ്ടായി. ആ ഹർജി പരിഗണനയ്ക്ക് വന്നത് ബെച്ചു കുര്യൻ തോമസ് എന്ന് പറയുന്ന ഒരു ന്യായാധിപൻ്റെ മുന്നിലായിരുന്നു. ആ ന്യായാധിപൻ്റെ മുന്നിൽ മഞ്ജുഷയുടെ അഭിഭാഷകനായിട്ടുള്ള ജോൺ റാൽഫ്, അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ സമുന്നതനായിട്ടുള്ള അഭിഭാഷകരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വാദം കേട്ടതിനെ തുടർന്ന് ബെച്ചു കുര്യൻ തോമസ് എന്ന് പറയുന്ന ന്യായാധിപൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് അഫിഡവിറ്റ് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. പോലീസിനോട് കേസ് ഡയറി ആവശ്യപ്പെട്ടു. CBIക്ക് നോട്ടീസും അയച്ചു. നോട്ടീസും അയച്ച് എനിക്ക് തോന്നുന്നു 1-2 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഹൈക്കോടതിയിലെ അഭിഭാഷകരുടെ പരിഗണനാ വിഷയം മാറിക്കൊണ്ട് ഒരു ഉത്തരവിറങ്ങി. റോസ്റ്റർ ചേഞ്ചിൻ്റെ ഉത്തരവിറങ്ങി. അപ്പോൾ ആ ഉത്തരവിറങ്ങിയതോടുകൂടി ബെച്ചു കുര്യൻ തോമസും എന്ന് പറഞ്ഞ ന്യായാധിപനും മാറി. അദ്ദേഹമായിരുന്നു ഈ മഞ്ജുഷയുടെ കേസ് കേൾക്കാനിരുന്നത് എങ്കിൽ അദ്ദേഹം ഇപ്പോൾ മാറിയിട്ട് അദ്ദേഹം ടാക്സ് മാറ്റേഴ്സും റവന്യൂ റിക്കവറിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്ക് അദ്ദേഹം മാറിപ്പോയി. അപ്പോൾ ഇനി മഞ്ജുഷയുടെ ഹർജി CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി കേൾക്കുന്ന വേറൊരു ന്യായാധിപനായിരിക്കും. ഞാനിവിടെ ആനുഷംഗികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അത് ഒരു പൊതുപ്രവർത്തകനും അഭിഭാഷകനും എന്നുള്ള നിലയിൽ എൻ്റെ ശ്രദ്ധയിൽ ആ മാറ്റം വന്നു എന്ന് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. ആ റോസ്റ്റർ ചേഞ്ച് ഇത്ര ഈ സാധാരണ കൊളോക്കിയൽ ഭാഷയിൽ പറഞ്ഞാൽ ഇത്ര പിടിയുന്ന ഒരു റോസ്റ്റർ ചേഞ്ച് വന്നത് ഒരത്ഭുതം എന്നിൽ ജനിപ്പിച്ചു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം 6-ാം തീയതി ബെച്ചു കുര്യൻ തോമസ് ആ കേസ് കേൾക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഡിസംബറിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒരു റോസ്റ്റർ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ അത് ഇത്ര പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു സംശയം, ചിലപ്പം അല്ലായിരിക്കാം, എന്തായാലും ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്. ആ സംശയം ഉണ്ടാവാൻ കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ ബെച്ചു കുര്യൻ തോമസ് എന്ന് പറഞ്ഞ ന്യായാധിപൻ പുറപ്പെടുവിച്ചത് 2 പ്രധാനപ്പെട്ട വിധിന്യായങ്ങളാണ്. അതിലൊന്ന്, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഭരണഘടന കുന്തം കുടച്ചക്രം എന്ന് പറഞ്ഞതിനെതിരെ അദ്ദേഹം ഒരു വിധി പുറപ്പെടുവിച്ചു. അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് രൂക്ഷമായ വിമർശനങ്ങളോടുകൂടി ഒരു വിധി പുറപ്പെടുവിച്ചു. രണ്ടാമത്തെ വിധി എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ഏക ഛത്രാധിപതിയും മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയവർക്കെതിരെ എടുത്ത കേസ് അദ്ദേഹം റദ്ദാക്കി. അപ്പോൾ ആ നിലയിൽ ബെച്ചു കുര്യൻ തോമസ് പറഞ്ഞ ഈ ന്യായാധിപൻ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 സുപ്രധാന വിധിന്യായങ്ങൾ പ്രഖ്യാപിക്കുകയും അതിനെ തുടർന്ന് സർക്കാരിൻ്റെ ഭാവി പോലും തീരുമാനിക്കാൻ കഴിയാവുന്ന ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള കേസിൽ വാദം കേൾക്കാൻ തുടക്കമിടുകയും ചെയ്തപ്പോൾ പൊടുന്നനെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പിടിയുന്ന ഒരു റോസ്റ്റർ ചേഞ്ചിലൂടെ പിടിയെന്ന് വന്നൊരു റോസ്റ്റർ ചേഞ്ചിലൂടെ അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു. ഡിസംബർ 6-നാണ് അദ്ദേഹം കേസ് കേൾക്കാനിരുന്നത്. എന്നാൽ ഈ റോസ്റ്റർ ചേഞ്ച് ഡിസംബർ 2 മുതൽ പ്രാബല്യത്തിൽ വരും എന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം, എന്തോ അദ്ദേഹത്തിന് മാറുക എന്നുള്ളത് ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ദുരുദ്ദേശം വല്ലതും ഉണ്ടായിരുന്നോ എന്നൊരു സംശയം സ്വാഭാവികമായി ജനങ്ങൾക്ക് ഉയരുമല്ലോ. അത് എനിക്ക് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കും ഉയർന്നു എന്നേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോയുടെ വിഷയം അതല്ല. പക്ഷേ ആനുഷംഗികമായി ഈ കാര്യം എൻ്റെ പ്രേക്ഷകരെടുത്ത് ഞാൻ ആദ്യമായി എൻ്റെ സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഇതിന് പുറകിലുണ്ടോ എന്നുള്ള എൻ്റെ ഒരു സംശയം ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിൽ, CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അവർ കാര്യകാരണ സഹിതം അല്ലെങ്കിൽ അൺഈക്വോക്കലായി അവർ തെളിയിച്ചിട്ടുള്ളത് തൻ്റെ ഭർത്താവായിട്ടുള്ള നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല, മറിച്ച് അദ്ദേഹത്തെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നുള്ളതാണ്. അത് അവർ സംശയലേശമന്യേ തൻ്റെ ഹർജിയിൽ അവർ തെളിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്ന ഞെട്ടിക്കുന്ന തെളിവുകൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അതിൽ
അവർ തുടങ്ങുന്നത് 14-ാമത്തെ പേജിൽ 27-ാമത്തെ ഖണ്ഡികയിലാണ് ആദ്യമായി അവർ ഇതിനെക്കുറിച്ചൊരു പരാമർശം നടത്തുന്നത്. ക്ഷമിക്കണം, 8-ാമത്തെ പേജിൽ 8-ാം ഖണ്ഡികയിലാണ് ആദ്യമായി മഞ്ജുഷ ഇത് സംബന്ധിച്ച് ഒരു പരാമർശം നടത്തുന്നത്. അതിൽ മഞ്ജുഷ പറയുന്നത് 14/10/2024 ഈ നവീൻ ബാബുവിനൊരു യാത്രയയപ്പ് ചടങ്ങിന് കിട്ടിയതിന് ശേഷം നവീൻ ബാബുവും മഞ്ജുഷയുമായി ഒട്ടേറെ തവണ ഫോൺ സംഭാഷണം നടക്കുകയുണ്ടായി. ആ ഫോൺ സംഭാഷണങ്ങളിൽ നിന്നെല്ലാം മഞ്ജുഷയ്ക്ക് ബോധ്യമായത് മഞ്ജുഷയുടെ ഭർത്താവ് നവീൻ ബാബു വളരെയേറെ ഖിന്നനായിരുന്നു എന്നുള്ളതാണ്. വളരെയേറെ മനോവ്യഥ അദ്ദേഹം അനുഭവിച്ചിരുന്നുവെന്ന് അവർക്ക് മനസ്സിലായി എന്നവർ പറയുന്നു. എന്നാലും ഈ മനോവ്യഥയൊക്കെ അനുഭവിച്ച് ഈ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും he informed the petitioner that he would be travelling to Chenganur the following morning by train and requested her to pick him from the railway station. അപ്പോൾ ഇത്രയേറെ മനോവ്യഥയും മനോവിഷമവും ഒക്കെ ഉണ്ടെങ്കിലും താൻ പിറ്റേന്ന് രാവിലെ ചെങ്ങന്നൂരിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമെന്നും തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകണം എന്നും നവീൻ ബാബു 14-ാം തീയതി രാത്രി ഭാര്യ മഞ്ജുഷയോട് കൃത്യമായി പറഞ്ഞിരുന്നു. അത് പറഞ്ഞതിന് ശേഷം മഞ്ജുഷ തൻ്റെ ഹർജിയിൽ പറയുന്നത് ദിസ് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഡിസീസ്ഡ് ഹാഡ് നോ ഇൻറ്റൻഷൻ ഓഫ് എൻഡിങ് ഹിസ് ലൈഫ്. മഞ്ജുഷ പറയുന്നത് ഇത് വ്യക്തമായി തെളിയിക്കുന്നത് തൻ്റെ ഭർത്താവിന് ആത്മഹത്യ ചെയ്യാനുള്ള ഉദ്ദേശം ഇല്ലായിരുന്നു. ഇതാണ് ആദ്യമായി അവർ അതിനെക്കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ അവിടെയാണ് അവർ ആ സംശയം ഉന്നയിക്കുന്നത്. അതിനുശേഷം 14-ാമത്തെ പേജിൽ 27-ാമത്തെ ഖണ്ഡികയിൽ ഇക്കാര്യം അവർ വളരെ കൃത്യമായി അവർ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നെൻ്റെ പ്രേക്ഷകർ ഒന്ന് കേൾക്കുക. അവർ പറയുകയാണ്, കറൻ്റ്ലി there are circumstances that raise serious questions about the cause of the deceased's death. അതായത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മരണകാരണത്തെക്കുറിച്ചിട്ട് ഗൗരവതരമായിട്ടുള്ള സംശയങ്ങൾ ഉയരുന്ന സാഹചര്യങ്ങളുണ്ട്. വെദർ ഇറ്റ് വാസ് എ സൂയിസൈഡ് ബൈ ഹാങ്ങിങ് റിമെയിൻസ് ഡൗട്ട്ഫുൾ. അതായത് ഇത് ആത്മഹത്യയാണോ എന്നുള്ളത് സംശയകരമാണ്. എന്നിട്ട് അവർ പറയുകയാണ്, ദ റഷ്ഡ് മാനർ ഇൻ വിച്ച് ഇൻക്വസ്റ്റ് വാസ് കണ്ടക്റ്റഡ് ഓൺലി ഡീപ്പൻസ് ദീസ് കൺസേൺസ്. അതായത് പെട്ടെന്ന് തന്നെ ഇൻക്വസ്റ്റ് എടുത്തത് ഈ സംശയത്തെ ബലപ്പെടുത്തുന്നു. വേറൊരു സ്ഥലത്ത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അവർ പറയുന്നത് 15-ാം തീയതി രാവിലെ 8 മണിക്ക് കണ്ണൂർ കളക്ടറേറ്റിൽ നിന്നുള്ളൊരു ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ടാണ് ഈ നവീൻ ബാബുവിൻ്റെ ബന്ധുവിനോട് ഈ നവീൻ ബാബു ആത്മഹത്യ ചെയ്ത വിവരം അറിയിക്കുന്നത്. അതറിയിച്ചതിനെ തുടർന്ന് നവീൻ ബാബുവിൻ്റെ സഹോദരൻ, അവരുടെ ചില സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവർ പെട്ടെന്ന് തന്നെ കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ അവരവിടെ however by the time they arrived the inquest had been completed and the reference for the autopsy has already been issued. എന്നാൽ അവരവിടെ എത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് നടക്കുകയും ഓട്ടോപ്സിക്ക് വേണ്ടിയിട്ടുള്ള റെഫറൻസ് നടന്നു കഴിയുകയും ചെയ്തു. Concerned about the political interference, the deceased brother and relatives requested the district collector Kannur to avoid conducting the autopsy at Pariyaram Medical College as the accused husband and Mr. Prashantan were employed there. They feared tampering or undue influence given the accused's significant power and connections. അതായത് രാഷ്ട്രീയ ഇടപെടലിനെ കുറിച്ച് ആശങ്കയുണ്ടായിരുന്നുകൊണ്ട് നവീൻ ബാബുവിൻ്റെ സഹോദരനും ബന്ധുക്കളും ഓട്ടോപ്സി പരിയാരം മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് ഒഴിവാക്കണം എന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രതിയുടെ ഭർത്താവും ഈ പ്രശാന്തൻ എന്ന് പറയുന്ന
നവീൻ ബാബുവിനെതിരെ ആരോപണം ഉന്നയിച്ച ആളും അവിടെയാണ് പെരിയാരം മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ ഓട്ടോപ്സി നടത്തുന്നത് ഒഴിവാക്കണം എന്ന് നവീൻ ബാബുവിൻ്റെ സഹോദരനും ബന്ധുക്കളും ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടത്. കാരണം പ്രതിക്ക് വലിയ തോതിലുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ളതുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കാനിടയുണ്ട് എന്ന് ഉള്ള ആശങ്ക അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇത്തരം ആശങ്കകൾ അവതരിപ്പിച്ചപ്പോഴും ജില്ലാ കളക്ടർ എന്ത് പറഞ്ഞു? The district collector Kannur provided personal assurance regarding the integrity of the autopsy proceedings at medical college. ഈ ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, അവിടെ മാന്യമായ ശരിയായ രീതിയിൽ ഇത് ഓട്ടോപ്സി നടക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഓട്ടോപ്സി റിപ്പോർട്ട് നടന്നു. ആ ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഒരു മൂന്നാമതൊരാൾ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ട് യാതൊരു തെളിവുകളുമില്ലായിരുന്നു. ഇത് വേറൊരു ഭാഗത്ത് പറഞ്ഞു വെക്കുക. എന്നിട്ട് നമ്മൾ പഴയ വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇൻക്വസ്റ്റ് നടത്തിയ രീതി സംശയങ്ങൾ ബലപ്പെടുത്തുന്നു എന്ന് മഞ്ജുഷ പറയുന്നു. ഇറ്റ് ഈസ് മാൻഡറ്ററി ഫോർ ദ പോലീസ് ഓഫീസർ ടു എൻഷുർ ദ പ്രസൻസ് ഓഫ് ക്ലോസ് റിലേറ്റീവ്സ് ഡ്യൂറിംഗ് ദ ഇൻക്വസ്റ്റ്. അതായത് നിയമപരമായി തന്നെ ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ അടുത്ത ബന്ധുക്കൾ അവിടെ ഉണ്ടാവണം, അവരുടെ സാന്നിധ്യം ഉറപ്പാക്കേണ്ടതാണ്. എന്നാൽ യെറ്റ് ഇൻ ദിസ് കേസ് the inquest was carried out before the petitioner and her family members had arrived at the scene. അപ്പം നിയമപരമായി ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ അവിടെ ബന്ധുക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കേണ്ടതായിരുന്നുവെങ്കിലും ഈ കേസിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെയും കുടുംബാംഗങ്ങളും അവിടെ എത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കുകയാണ് ഉണ്ടായത്. മഞ്ജുഷ പറയുകയാണ്. അതിനുശേഷം അടുത്ത പാരഗ്രാഫിൽ പറയാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൻ്റെ 9ാമത്തെ കോളത്തിൽ, 9ാമത്തെ കോളം എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടയാളുടെ അടുത്ത ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള കോളമാണ് കോളം നമ്പർ 9. ആ കോളം നമ്പർ 9 പറയുന്നത് എന്താണ്? ബൈ വാട്ട് റിലേറ്റീവ് ബോഡി ഈസ് റെക്കഗ്നൈസ്ഡ്. അതായത് ബോഡി, മൃതശരീരം റെക്കഗ്നൈസ് ചെയ്യുന്ന, മനസ്സിലാക്കുന്ന ബന്ധുവിൻ്റെ ബോഡി റെക്കഗ്നൈസ് ചെയ്ത ബന്ധു ആൻഡ് ദർ സ്റ്റേറ്റ്മെൻറ്റ് ഷോർട്ട്ലി ഗിവൺ ബ്ലഡ് റിലേറ്റീവ്സ് സച്ച് ആസ് പേരൻസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ഓൾവേസ് ടു ബി എക്സാമിൻഡ് ഇഫ് ദർ ഇസ് എനി. അപ്പം മൃതദേഹം തിരിച്ചറിയുന്ന മാതാപിതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, അവരടങ്ങുന്ന രക്തബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തണം എന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൻ്റെ 9ാമത്തെ കോളത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ മരണപ്പെട്ട നവീൻ ബാബുവിൻ്റെ സഹോദരൻ അഭിഭാഷകനാണ്. മരണപ്പെട്ട നവീൻ ബാബുവിൻ്റെ ഭാര്യ തഹസീൽദാറാണ്. The inquest was done in a hasty manner without examining them as mandated by law and practice. നിയമവും നടപടിക്രമവും അനുശാസിക്കുന്ന നിലയിലല്ലാതെ ഇൻക്വസ്റ്റ് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനുണ്ടായത്. അടുത്ത പോയിന്റ് എന്താണ്? സയൻറ്റിഫിക് എവിഡൻസ് ഫോർ കൺഫേമിങ് സൂയിസൈഡ്. അതായത് ആത്മഹത്യയാണോ എന്ന് കണ്ടുപിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവ്. ഇൻ ഓർഡർ ടു കൺഫേം ഓർ റൂൾ ഔട്ട് ദ പോസിബിലിറ്റി ഓഫ് സൂയിസൈഡ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നതിന് സെലോ ടേപ്പ് ലിഫ്റ്റിംഗ് ought to have been done from the palm of the deceased and the ligature allegedly used for hanging. അതായത് മരണപ്പെട്ട ആളുടെ കൈത്തണ്ടയിൽ നിന്നും അതുപോലെ തന്നെ തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള കയറോ അതെന്താണെന്ന് വെച്ചാൽ അതിൽ നിന്നുമൊക്കെ തന്നെ സെലോ ടേപ്പ് ലിഫ്റ്റിംഗ് നടത്തേണ്ടതായിരുന്നു. ഇത് ഒരു സയൻറ്റിഫിക് എക്സ്പേർട്ടിൻ്റെയും ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്ടിൻ്റെയും സഹായത്തോടുകൂടി വേണം ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ this was not been done from the records so far. അടുത്തത് എന്താണ്? ഡിലേ ഇൻ എക്സാമിനിങ് ദ വിറ്റ്നസ്സസ്. അതായത് സാക്ഷികളെ നിന്ന് മൊഴിയെടുക്കുന്നതിലുണ്ടായിട്ടുള്ള താമസം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മരിച്ചുപോയ നവീൻ ബാബുവിൻ്റെ ബന്ധുക്കളിൽ നിന്ന് വളരെ താമസിച്ചാണ് മൊഴിയെടുത്തിട്ടുള്ളത്. പെറ്റീഷണർ സ്റ്റേറ്റ്മെൻറ്റ് വാസ് ഓൺലി റെക്കോർഡഡ് ആഫ്റ്റർ ദ അക്യൂസ്ഡ് ഹാസ് ബീൻ ഗ്രാൻറ്റഡ് ബെയിൽ. അതായത് പ്രതിക്ക് ജാമ്യം കിട്ടിയതിന് ശേഷമാണ് മരിച്ചുപോയ നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ മൊഴിയെടുക്കുന്നത്.
അടുത്തത് എന്താണ്? പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഓഫ് ദി അക്യൂസ്ഡ്. അതിൽ സെഷൻസ് കോടതിയുടെ വിധിന്യായത്തിൽ തന്നെ ഈ പറയുന്ന പ്രതിക്കുള്ള വലിയ രാഷ്ട്രീയ സ്വാധീനം ഡിസ്ട്രിക്ട് കമ്മിറ്റി ഓഫ് ദി CPM, സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ഓഫ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് മെമ്പർ, അതൊക്കെ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായി ഇതിൽ പറയുകയാണ്. അതിനുശേഷം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടിയുണ്ട്. ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ പറയുന്നത് 14/10/2024 യാത്രയപ്പ് കഴിഞ്ഞതിന് ശേഷം 8/10, ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണെന്നാൽ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, 14/10/2024 യാത്രയപ്പ് യോഗം കഴിഞ്ഞ് അന്ന് രാത്രി 8:10-നും 11:05-നും ഇടയിൽ നവീൻ ബാബു വളരെയധികം മനോവ്യഥ അനുഭവിക്കുന്ന ആളായിരുന്നു. എന്നിരുന്നാലും ആ സമയത്തിനിടയിൽ പലതവണ അയാൾ ഭാര്യയൊക്കെ വിളിച്ചിട്ട് താൻ പിറ്റേ ദിവസം രാവിലെ ചെങ്ങന്നൂർ സ്റ്റേഷനിലെത്തുമെന്നും തന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണം എന്നും പറഞ്ഞിരുന്നു. എന്നിട്ട് പറയുകയാണ്, ബീയിങ് എ ലവിങ് ഹസ്ബൻഡ് ആൻഡ് എ ഡോട്ടിങ് ഫാദർ ഓഫ് 2 daughters, ദ ഡിസീസ്ഡ് ഹാഡ് നോ റീസൺസ് വാട്ട്സ് ഓവർ ടു കമ്മിറ്റ് സൂയിസൈഡ്. വളരെ സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു ഭർത്താവും 2 കുട്ടികളുടെ സ്നേഹസമ്പന്നനായ അച്ഛനുമായ സാഹചര്യത്തിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്നിട്ട് ഇനി പറയുന്ന ഭാഗം വളരെ നിർണായകവും ഞെട്ടിക്കുന്നതുമാണ്. കൺസിഡറിങ് ദ നേച്ചർ ഓഫ് ദ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഇൻവോൾവ്ഡ്, ഇതിലിടപെട്ടിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലും പ്രതിയുടെ പ്രവർത്തനവും ജില്ലാ കളക്ടറുടെ പ്രവർത്തനവും പ്രശാന്തൻ്റെ പ്രവർത്തനമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ദർ ഇസ് എ ഡീപ് റൂട്ടഡ് സസ്പിഷൻ ദാറ്റ് ദിസ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ഹോമിസൈഡ്. അതായത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള സാമ്പത്തിക കൊടുക്കൽ വാങ്ങൽ, പ്രതിയുടെ പെരുമാറ്റം, ജില്ലാ കളക്ടറുടെ പെരുമാറ്റം, പ്രശാന്തൻ്റെ പെരുമാറ്റം, ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഇത് ഒരു കൊലപാതകമാണോ എന്നത് സംബന്ധിച്ച് ആഴത്തിലുള്ള സംശയങ്ങളുണ്ട്. ഇത്ര ഭീകരമാണെന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഇനി അടുത്ത വാചകങ്ങൾ വളരെ വളരെ നിർണായകമാണ്. ഡെസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ദിസ് വാസ് ഹൈലൈറ്റഡ് ബിഫോർ ദ SIT, ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുന്നിൽ പറഞ്ഞിട്ടും നോ ഇൻവെസ്റ്റിഗേഷൻ വാസ് കണ്ടക്റ്റഡ് ഇൻ ടു സച്ച് എ പോസിബിലിറ്റി. ഇത് SITയുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചിട്ടും ഇതിനെക്കുറിച്ചിട്ട് ഒരു അന്വേഷണവും നടന്നില്ല. The hurried manner in which the inquest and autopsy was conducted also further underlines these suspicions. അതായത് പെട്ടെന്ന് ഇൻക്വസ്റ്റും ഓട്ടോപ്സിയും നടത്തിയതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ സംശയങ്ങൾ ബലപ്പെടുകയാണ്. എന്നു മാത്രമല്ല, ഏറ്റവും നിർണായകമായിട്ടുള്ള ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. ഫർദർ മോർ, the local police and SIT discarded the written complaint given by the brother of the deceased containing the conspiracy factor in the case and did not array Prashantan as an accused in the case. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിലൊരു ഗൂഢാലോചനയുണ്ടെന്നും ഇതൊരു കൊലപാതകമാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നവീൻ ബാബുവിൻ്റെ സഹോദരൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പരാതി കൊടുത്തിട്ടും അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ല എന്ന് മാത്രമല്ല, പ്രശാന്തനെ പ്രതി ചേർത്തുമില്ല. They did not conduct any investigation into this unholy nexus accumulating wealth and the subsequent baseless allegations against the deceased. അതായത് ഈ സമ്പത്ത് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു അവിശുദ്ധമായിട്ടുള്ളൊരു നെക്സസിനെ കുറിച്ചും മരണപ്പെട്ട ആളെക്കുറിച്ച് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതിനെക്കുറിച്ചും ഒരു അന്വേഷണവും നടന്നില്ല. ഇനി അടുത്ത ഭാഗം അതിനേക്കാൾ പ്രധാനമാണ്. The deceased was a vociferous reader and an efficient communicator. കാര്യമായി പുസ്തകങ്ങൾ വായിക്കുകയും വളരെ കാര്യക്ഷമമായി ഈ പറഞ്ഞ പോലെ ആളുകളുമായി സംവദിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു നവീൻ ബാബു. ഫർദർ ഹി വാസ് എ ഡോട്ടിങ് ഫാദർ ഓഫ് 2 daughters ആൻഡ് എ ലവിങ് ഹസ്ബൻഡ്. എന്ന് മാത്രമല്ല, അദ്ദേഹം സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു ഭർത്താവും 2 കുട്ടികളുടെ സ്നേഹസമ്പന്നനായിട്ടുള്ള അച്ഛനുമായിരുന്നു. In such a situation, it is unbelievable that he would commit suicide without leaving a suicide note. അപ്പോൾ സ്നേഹസമ്പന്നനായിട്ടുള്ള ഭർത്താവും സ്നേഹസമ്പന്നനായിട്ടുള്ള അച്ഛനുമായ സാഹചര്യത്തിൽ അദ്ദേഹം ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതാതെ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നിട്ട് പറയുകയാണ്, the initial investigation team and the SIT reveals that no suicide note was found.
ആദ്യം അന്വേഷിച്ചവരും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും പറയുന്നത് ആത്മഹത്യാക്കുറിപ്പ് കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ദിസ് ലീവ്സ് ഓൺലി 2 പോസിബിലിറ്റീസ്. അപ്പോൾ ആത്മഹത്യാക്കുറിപ്പ് കണ്ടുപിടിക്കാത്ത സാഹചര്യത്തിൽ 2 സാധ്യതകൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, ഇറ്റ് വാസ് നോട്ട് സൂയിസൈഡ് ബട്ട് എ ഹോമിസൈഡ്. ഇത് ആത്മഹത്യയല്ല, മറിച്ച് ഇതൊരു കൊലപാതകമാണ്. ഒന്നാമത്തെ സാധ്യത. സൂയിസൈഡ് നോട്ട് വാസ് സപ്രസ്ഡ് ബൈ ദ ഇൻവെസ്റ്റിഗേഷൻ ടീം ടു ഫേവർ ദ അക്യൂസ്ഡ്. ആത്മഹത്യാക്കുറിപ്പ് മറച്ചു വെക്കുകയാണ്. എന്തിനാണ്? പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അവസാനമായിട്ട് അവർ പറയുന്നു, ഫർദർ മോർ there could be a possibility that the deceased left a suicide note in his phone. ഇതിലുപരിയായി മരണമടഞ്ഞ നവീൻ ബാബു അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഒരു സൂയിസൈഡ് നോട്ട് എഴുതിയിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ വലുതാണ്. ബട്ട് ബോത്ത് ദീസ് ഫോൺസ് ആർ അണ്ടർ ദ കസ്റ്റഡി ഓഫ് ദ SIT. എന്നാൽ ഈ 2 ഫോണുകളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കസ്റ്റഡിയിലാണ്. Hence, even if there is a suicide note, there is a high probability that it can be tampered with by the SIT. അതുകൊണ്ട് തന്നെ ഒരു ആത്മഹത്യാക്കുറിപ്പുണ്ടെങ്കിലും അത് SIT നശിപ്പിച്ചിരിക്കാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ്. സുഹൃത്തുക്കളെ, ഞാൻ വളരെ വിശദമായി മഞ്ജുഷയുടെ ഹർജിയിൽ നിന്ന് ഈ കാര്യങ്ങൾ വിശദീകരിച്ചതിൽ നിന്ന് ഇതൊരു ഹോമിസൈഡൽ ഹാങ്ങിങ് ആണ്. ഇത് പച്ചയ്ക്ക് പറഞ്ഞാൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സംശയലേശമന്യേ വേണ്ട എല്ലാ തെളിവുകളുടെയും സാന്നിധ്യത്തിൽ മഞ്ജുഷ കോടതിയിൽ ഇത് പറഞ്ഞിരിക്കുകയാണ്, ഹൈക്കോടതിയിൽ ഇത് പറഞ്ഞിരിക്കുകയാണ്. ഈ കാര്യം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ആവശ്യപ്പെട്ടിട്ടും അവരിതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല എന്നുള്ള ഞെട്ടിക്കുന്ന കാര്യവും അവർ ഇതിനകത്ത് പറയുന്നു. ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നവർ തെളിയിക്കുന്നു. ഫോണിൽ പോലും ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരിക്കാനുള്ള സാധ്യതയുണ്ടെന്നവർ തെളിയിക്കുന്നു. ഈ തെളിവുകളെല്ലാം തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നശിപ്പിച്ചിട്ടുണ്ടാവാം എന്നും അവർ കാര്യകാരണ സഹിതം ഈ ഹർജിയിൽ തെളിയിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എന്നെ കുറിച്ചിട്ട് എനിക്ക് ഇപ്പോൾ പറയാനുള്ള എനിക്കതിൽ അഭിമാനമുള്ളതെന്ന് വെച്ചാൽ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇതൊരു കോൾഡ് ബ്ലഡഡ് മർഡർ ആയിരുന്നുവെന്ന് സാഹചര്യ തെളിവുകൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞത് കണ്ണൂരിലെ CPMൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് ഒരു 3-4 പേര് ചുറ്റും കൂടിയിരുന്നിട്ട് കയറി അങ്ങ് തൂങ്ങിക്കോളൂ എന്ന് പറയാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. ഏതാണ്ട് അതുതന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് അനുമാനിക്കാവുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ഒരു സൂയിസൈഡല്ല, ഹോമിസൈഡാണ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആ സത്യവാങ്മൂലത്തിൻ്റെ വിശദാംശങ്ങളാണ് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് പങ്കുവച്ചിരിക്കുന്നത്.